2 മാസം കൊണ്ടാണ് 370 കിലോ കൂവപ്പൊടി എനിക്ക് വിൽക്കാൻ സാധിച്ചത്. കഠിനാധ്വാനം ചെയ്യാമെങ്കിൽ കൂവ കൃഷി നല്ലതാണ്. ഉപഭോക്താവിന് അതുകൊണ്ട് വളരെ നേട്ടമെന്ന് അവർക്ക് തോന്നണമെങ്കിൽ മാത്രമേ നമ്മുടെ സാധനം വിറ്റഴിക്കൂ. ഇപ്പോൾ ഞാൻ 900 രൂപയ്ക്കാണ് 1 കിലോ കൊടുത്തുകൊണ്ടിരുന്നത്. അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ ആളുകളെ പറഞ്ഞു വിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇത് എള്ള് കൃഷിയാണ്. മരച്ചീനിയുടെ ഇടയിൽ എള്ളും കൂടെ ഞങ്ങൾ മിക്സായിട്ട് കൃഷി ചെയ്യും. കണ്ണൻ ചേമ്പാണ്, നമ്മുടെ നാടൻ ചേനയാണ്. ഇത് എന്നേക്കാൾ ഉയരത്തിൽ വളരുന്നതാണ്. ഇതിനകത്ത് സർവ്വ സാധനങ്ങളും യഥാർത്ഥ മണ്ണര കമ്പോസ്റ്റാണ്. മണ്ണര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണ്ണരയുടെ വയറ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ വിളഞ്ഞുകൊണ്ടിരുന്നതായ ചോളമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ചെയ്യുന്നത്. ഇത് ഞാൻ അനേക വർഷങ്ങൾ കൊണ്ട് ഇവിടെ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ബാജറ, കമ്പെന്ന് പറയും. ഇതാണ് പോക്കോൺ എന്ന് പറഞ്ഞത്. അത് ഏതാണ്ടൊക്കെ വിളവായി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊല്ലം ജില്ലയിൽ തന്നെ അങ്ങനെ ആരും ഇത് കൃഷി ചെയ്യാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 28 കിലോ തൊമരപ്പരിപ്പ് ഉണ്ടാക്കിയെടുത്തു. കൃഷി സ്ഥലങ്ങൾ തേടിയുള്ള ഒരു യാത്രയുണ്ട് എനിക്ക്. ഇത് കപ്പലണ്ടിയാണ്. ഇതെല്ലാം ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ 65 കിലോയ്ക്ക് പുറത്ത് വിത്തുണ്ടാക്കി കൊടുക്കുമായിരുന്നു. ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷമാണ്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും കൃഷി ചെയ്യുക. എൻ്റെ പേര് സാമുവൽ പണയിൽ എന്നാണ്. ഞാൻ ഇട്ടിവ കൃഷിഭവനിൽ ഒരു കർഷകനാണ്. ആയൂരിനടുത്ത് മലപ്പേരിലാണ് എൻ്റെ വീട്. എൻ്റെ പുരയിടത്തിൽ ഇല്ലാത്ത കൃഷികൾ കുറവാണ്. 100 കണക്കിന് ധാന്യങ്ങളും അല്ലാത്തതുമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാന കൃഷി കൂവയാണ്. ഞാൻ സ്വന്തമായിട്ടാണ് ഫാം ഫോക്ക് എന്ന ബ്രാൻഡിലാണ് ഈ സാധനങ്ങളെല്ലാം വിൽക്കുന്നത്. അതിൻ്റെ വിപണി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് കൂട്ടായ്മകൾ, അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയായിട്ടും. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 2 മാസം കൊണ്ടാണ് 370 കിലോ കൂവപ്പൊടി എനിക്ക് വിൽക്കാൻ സാധിച്ചത്. കഠിനാധ്വാനം ചെയ്യാമെങ്കിൽ കൂവ കൃഷി നല്ലതാണ്. പല രീതിയിലുള്ളതായ പ്രതിബന്ധങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്നാമത് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് അത്രയും കാര്യങ്ങളായിട്ട് ചെയ്യാനുണ്ട്. രണ്ടാമത് വിപണി കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എനിക്ക്. ഇപ്പോഴതില്ല. നമ്മൾ ചെയ്യുന്നത് വളരെ പരിശുദ്ധമായിട്ടായിരിക്കണം. നമ്മുടെ ഇടപാടുകളും അത്ര നീറ്റായിട്ടായിരിക്കണം ചെയ്യുന്നത്. ഉപഭോക്താവിന് അതുകൊണ്ട് വളരെ നേട്ടമെന്ന് അവർക്ക് തോന്നണമെങ്കിൽ മാത്രമേ നമ്മുടെ സാധനം വിറ്റഴിക്കൂ. ഇപ്പോൾ ഞാൻ 900 രൂപയ്ക്കാണ് 1 കിലോ കൊടുത്തുകൊണ്ടിരുന്നത്. ഞാനിത് ജൈവ സാധനമാണെങ്കിൽ പോലും എനിക്ക് മതിയായ വില കിട്ടുന്നില്ല. പിന്നെ ഈ ഓൺലൈൻ വഴിയായിട്ടും ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഇത് അത്രയും വളം ചെയ്തെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഒരാൾ ഉയരത്തിൽ നിൽക്കുന്ന ഈ കൂവ വരെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ആണെങ്കിലും അത്രയും നമ്മൾ ഭംഗിയായിട്ട് അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടൂ. കൂവ കൃഷിയിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒന്നാമത് വിപണനം, രണ്ടാമത് ഇതിൻ്റെ തയ്യാറാക്കാനുള്ള ഒരു പവർ നമുക്ക് വേണം. ഈ കൂവ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഗ്രൈൻഡറിൽ അരച്ച് ഇത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം അത് കഴുകി 3-4 വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഗ്രൈൻഡറിൽ അരയ്ക്കായിരുന്നത്. അരച്ചിട്ട് അതിൻ്റെ നീറെടുത്ത് പണ്ട് കാലങ്ങളിൽ ചെയ്യുന്നത് പോലെ നീറെടുത്ത് അത് ഉണക്കി ഭംഗിയായ രീതിക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മഴയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. നല്ല വെയിലത്ത് മാത്രമാണ് അത് ഉണക്കിയെടുക്കുന്നത്. അത് അത്രയും ഭംഗിയായിട്ട് ഉണക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇത് വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. ഈ ഡിമാൻഡ് നമ്മുടെ നാട്ടിലേക്കാട്ടിയും പുറത്തേക്കാണോ ഡിമാൻഡ് കൂടുതൽ ഇതിന്? നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരെല്ലാം ഇപ്പോൾ വിളിക്കുന്നുണ്ട്. പുറത്തോട്ടാണ് കൂടുതലും. ഇപ്പോൾ സാറ് പുറത്തോട്ട് അയച്ചു കൊടുക്കുന്നുണ്ടോ? ആർക്ക് ആവശ്യമുണ്ടെങ്കിലും കൊടുക്കും. ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ ആളുകളെ പറഞ്ഞു വിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇത് എള്ള് കൃഷിയാണ്. മരച്ചീനിയുടെ ഇടയിൽ
എള്ളും കൂടെ ഞങ്ങൾ മിക്സായിട്ട് കൃഷി ചെയ്യും. എള്ളിൻ്റെ യഥാർത്ഥ സീസൺ ഇപ്പോഴല്ല, നവംബർ മാസത്തിലാണ് നടുന്നത്. ഇപ്പം ഞങ്ങൾ സൗകര്യം ഉള്ളപ്പോഴെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യും. ഞങ്ങൾക്ക് എപ്പോൾ സൗകര്യമുണ്ടോ അതനുസരിച്ച് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ണൻ ചേമ്പാണ്, അതുപോലെ കൊട്ടച്ചേമ്പെന്നും പറയും. ഇത് പണ്ട് ഞങ്ങൾ ധാരാളമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത് സ്ഥലക്കുറവുകൊണ്ടും അതിൻ്റെ ജോലിയുടെ ഇതൊക്കെ കൊണ്ട് എല്ലാ കൃഷിയും ഞങ്ങൾ കുറേശ്ശെ മാത്രമാണ് ഇപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത്. കൂവയിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. സാർ ഇപ്പോൾ എത്ര സെൻറ്റിലാണ് കൂവ നട്ടേക്കുന്നത്? കൂവ 1.5 ഏക്കർ സ്ഥലം ഉണ്ട്. ഒരു 80 സെൻറ്റോളം കൂവ തന്നെ ഉണ്ട്. കൂവ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എലി, മുള്ളൻ, പിന്നെ അതുപോലെ പന്നിയുടെ ശല്യം ഇവിടെ ധാരാളമായിട്ടുണ്ട്. അതാണ് ഒരു രീതിയിൽ ഒരു കൃഷിയും ചെയ്യാനൊക്കാതെ. ഇവിടെ ഏക്കർ കണക്ക് സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് പലരുടെയും. ഇത് കൂവയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കിളച്ച് താത്ത് വാരം എടുത്തിട്ട് അതിൽ ജൈവവളം വിതറി. എനിക്ക് മണ്ണര കമ്പോസ്റ്റിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 15 ടണ്ണോളം വളം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വളമെല്ലാം എൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാരം എടുത്തതിന് ശേഷം കൂവ നടുക. കൂവ നട്ട് അത് വളർന്നു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വീണ്ടും അതിനെ ചിക്കി മണ്ണടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ അതിനെ നല്ലപോലെ പരിപാലിക്കണം. കാടുണ്ട്, കാട് കയറി കഴിഞ്ഞാൽ അത് എല്ലാം നഷ്ടമാണ്. ഇപ്പോൾ ഇത്രയും കാട് കളഞ്ഞെടുക്കുന്നത് തന്നെ വലിയ പ്രയത്നമാണ്. ഇത് നമ്മുടെ നാടൻ ചേനയാണ്. ഇത് എന്നേക്കാൾ ഉയരത്തിൽ വളരുന്നതാണ്. ഇത് ഇനിയിപ്പോൾ ഓണത്തോടനുബന്ധിച്ച് കിളയ്ക്കുന്ന ചേനയാണ്. ഇത് എൻ്റെ മണ്ണര കമ്പോസ്റ്റ് യൂണിറ്റാണ്. ഇത് 5 മീറ്റർ നീളം 5 മീറ്റർ വീതിയുള്ള ഒരു ഇതിനകത്ത് സർവ്വ സാധനങ്ങളും, അതായത് പ്ലാസ്റ്റിക് ഒഴിച്ച് ബാക്കിയുള്ള എന്തെല്ലാം വേസ്റ്റുകളുണ്ടോ ഇത് മുഴുവനും ഞാൻ ഇതിനകത്ത് ഇടും. ഇതിനകത്ത് തൊണ്ട് മുറിച്ച് ഇടും. അതുപോലെ തന്നെ വാഴ, കമുകിൻ്റെ തണുങ്ങ്, ഓല, അതുപോലെ എന്തെല്ലാം കിട്ടുന്നുണ്ടോ അത് മുഴുവൻ ഇതിനകത്ത് അഴുവി ചേരുന്ന എല്ലാ സാധനവും, പ്ലാസ്റ്റിക് ഒഴിച്ച് എല്ലാ സാധനവും ഇതിലിടും. ചാണകവും ആട്ടിൻ്റെ കാഷ്ടം, കോഴി വളം, ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇടുന്ന ഒരു വളപ്രയോഗമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാം തയ്യാറായിട്ടുള്ള യഥാർത്ഥ മണ്ണര കമ്പോസ്റ്റാണ്. മണ്ണര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മണ്ണരയുടെ വയറ്റിൽ നിന്ന് വിസർജിക്കുന്ന സാധനം. അപ്പോൾ ഇതുപോലെ രീതിയിലാകും. ഇതിനി പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കമ്പോസ്റ്റാണത്. തമിഴ്നാട്ടിൽ വിളഞ്ഞുകൊണ്ടിരുന്നതായ ചോളമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ചെയ്യുന്നത്. ഇത് ഞാൻ അനേക വർഷങ്ങൾ കൊണ്ട് ഇവിടെ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. പലതരം ചോളങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് പോക്കോണാണ് മോൾ കാണുന്നത്. ഇത് മക്കച്ചോളമാണ്, മഞ്ഞച്ചോളം. ഇതാണ് ബാജറ, കമ്പെന്ന് പറയും. നമ്മുടെ നാട്ടിലെങ്കിലും ഇത് കൃഷി ചെയ്യാറില്ല. ഞാൻ കൂടുതൽ കഴിക്കുന്നതും ഇപ്പോൾ മില്ലറ്റാണ്. മില്ലറ്റ് നേരത്തെ മുതലേ ഞാൻ കൃഷി ചെയ്യുന്നതാണ്. ഇതാണ് പോക്കോൺ എന്ന് പറഞ്ഞത്. അത് ഏതാണ്ടൊക്കെ വിളവായി വരുന്നുണ്ട്. ഇതെല്ലാം കമ്പാണ്, അതായത് ബജറ. ഇതെല്ലാം ഇപ്പോൾ കായ് വന്നുകൊണ്ടിരിക്കുകയാണ്. പൂ കഴിഞ്ഞു. ഇത് പല സെക്ഷനിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മക്കച്ചോളമാണ് ഈ ഒരു ലൈൻ. പൊതുവെ ആരും അങ്ങനെ കൃഷി ചെയ്യാത്ത ഐറ്റംസ് അല്ലേ ഇതൊക്കെ? അതാണ് വേറിട്ടൊരു കർഷകനാകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന മനുഷ്യന് പ്രയോജനമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൃഷി ചെയ്യുക. അല്ലാതെ ഞാൻ 50 ഏക്കർ റബ്ബർ നട്ടുവെന്നുള്ളൂ. അത് ഈ ചുറ്റും കാണുന്ന എല്ലാ റബ്ബർ തോട്ടമാണ്. എൻ്റെ ഈ പുരയിടത്തിൽ മാത്രമേ ഉള്ളൂ ഈ 1.5 ഏക്കർ സ്ഥലത്തേ ഉള്ളൂ റബ്ബറില്ലാത്ത. ബാക്കി എല്ലാവർക്കും റബ്ബറാണ്. ഓണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാനിപ്പോൾ
ഒരു 100-400 മുകളിൽ ബന്ദി നട്ടിട്ടുണ്ട്. ബന്ദിപ്പൂ എൻ്റെ വകയായിട്ട് ഓണത്തിന് ആവശ്യക്കാർക്ക് കൊടുക്കണമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ തക്കാളി നട്ടിട്ടുണ്ട്, വഴുതന അപ്പുറത്തുണ്ട്, വെണ്ടയുണ്ട്, ഈ പയറ്, ഇങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം ഉണ്ട്, കുമ്പളമുണ്ട്. ഇത് തുമരയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊല്ലം ജില്ലയിൽ തന്നെ അങ്ങനെ ആരും ഇത് കൃഷി ചെയ്യാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 28 കിലോ തുമരപ്പരിപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇത് മണിച്ചോളമാണ്. ധാരാളമായ ഉൽപ്പന്നങ്ങൾ ഞാനിവിടെ ഇതേ രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് പ്രമേഹ രോഗികൾക്ക്, ഹാർട്ട് സംബന്ധമായ രോഗികൾക്ക്, പ്രായമുള്ളവർക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളതാണ്. ഞാൻ കൂടുതലും ഇപ്പോൾ ഒരു നേരമെങ്കിലും മില്ലറ്റിൻ്റെ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 300 രൂപ വെച്ചായിരുന്നു 1 കിലോ പൊടി. കാരണം വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിനേക്കാൾ വില കുറച്ച് കിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ പല സ്ഥലത്ത് യാത്ര ചെയ്യും. ഞാനൊരു കൃഷി സ്ഥലങ്ങൾ തേടിയുള്ള ഒരു യാത്രയുണ്ട് എനിക്ക്. മണിച്ചോളം മണിച്ചോളത്തെ പറ്റി ഞാൻ ആ ഗ്രൂപ്പ് വഴിയായിട്ട് ആണ് അറിയുന്നത്. അതിനുമ്പിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് കുറേ കൂടെ മെച്ചപ്പെടുത്തണമെന്നുള്ള തോന്നൽ വരുന്നത്. പല കൃഷി സ്ഥലങ്ങൾ കാണണം. നമ്മൾ മാത്രം കർഷകനാണെന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്ത് പോയി കാണുക, കർഷകരുമായിട്ട് സംവദിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് കൂടുതൽ നമ്മൾ ഈ മേഖലയിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം. അതാ ഈ പ്രാവശ്യം ഇഞ്ചിക്ക് വലിയ വിലയായിരുന്നു. ഇപ്പോൾ അധിക വില കൊടുത്ത് പലരും വാങ്ങിച്ച് ഇപ്പോൾ ഇഞ്ചി കൂടുതലായിട്ട് കൃഷി ചെയ്യുമ്പോൾ അടുത്ത വർഷം വരുമ്പോൾ അതിന് വില കാണത്തില്ല. വീണ്ടും കർഷകൻ പഴയ രീതിയിലാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരേ കൃഷിയിലേക്ക് എല്ലാവരും കൂടെ ഇറങ്ങാതെ, ഇപ്പം ഞാൻ മില്ലറ്റ് ചെയ്യുന്നു, എല്ലാവരും കൂടെ മില്ലറ്റ് ചെയ്താൽ മില്ലറ്റ് ആർക്കും വേണ്ടാതാവും. ഇപ്പം കപ്പയുടെ കാര്യമായാലും മരിച്ചീനി നമ്മൾ കൃഷി ചെയ്യുന്നു, എല്ലാവരും വില കൂടുന്നതനുസരിച്ച് അതിലേക്ക് വരുന്നു. ഒരു ഭാഗം പന്നിയുടെ കൊണ്ടുള്ള നാശം, ഒരു ഭാഗം വിലക്കുറവ്, ഒരു ഭാഗം ചീയൽ, എല്ലാ രീതിയിലും വന്ന് പിന്നെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കർഷകന് പല രീതിയിലും ബുദ്ധിമുട്ടാണ് വരുന്നത്. ഇത് കപ്പലണ്ടിയാണ്. ഞാൻ കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇഞ്ചി കിളച്ച പണയാണ്. അന്നേരം കുറച്ച് 2 പണയിൽ 2-3 പണയ്ക്ക് കപ്പലണ്ടി നട്ടിട്ടുണ്ട്. ഇത് കസ്തൂരി മഞ്ഞളാണ്. ഞാൻ വർഷങ്ങളായിട്ട് കസ്തൂരി മഞ്ഞളിൽ നിന്ന് കൊണ്ടുവന്ന് 10-700 കിലോ വരെ ഉണക്കി കൊടുത്തുകൊണ്ടിരുന്നത് കസ്തൂരി മഞ്ഞളല്ലായിരുന്നു. അത് മഞ്ഞ കൂവയായിരുന്നു. പിന്നെ ഈ കർഷക ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ് മനസ്സിലായത് ഇതെല്ലാം ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. കാച്ചിൽ നിലത്ത് പടർന്നിങ്ങനെ വരാതെ ഞാൻ ആവശ്യത്തിനുള്ള മാത്രം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ടൊന്നും നമുക്ക് മുതലാക്കിയെടുക്കരുത്. അതിനെ തറയിൽ പടർന്നു വരാത്ത രീതിയിൽ അതിനൊരു പന്തൽ കെട്ടി അതിനെ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ മരത്തേലും ഇത് നിത്യവഴുതനയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ 65 കിലോയ്ക്ക് പുറത്ത് വിത്തുണ്ടാക്കി കൊടുക്കുമായിരുന്നു. ജലസംഭരണിക്ക് വേണ്ടി കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴവെള്ളമെല്ലാം ഇത് സ്റ്റോർ ചെയ്യുക. അന്നേരം അതിൻ്റെ മുകളിലേക്ക് ഇത് ഞാൻ പടത്തുവാണ്. പിന്നെ അല്ലാതെ തന്നെ അവിടെ എല്ലാം നട്ടിട്ടുണ്ട്. അതെൻ്റെ ഒരു നല്ല വരുമാനമാണ്. ഈ വിത്തുകൾ സംരക്ഷിക്കുക, വിത്തുകൾ കൊടുക്കുക. അതിന് പല ഏജൻസികളുണ്ട്. അവർക്കൊക്കെ നല്ല വിത്തുകൾ ഇവിടുന്ന് ഞാൻ സമാഹരിക്കുന്ന വിത്തുകളെല്ലാം കൊടുക്കും. അപ്പം അങ്ങനെ കൂടെ എനിക്കൊരു വരുമാനമുണ്ട്. ഇത് ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷമാണ്. ഇതിനെ ശിംശുഭ വൃക്ഷം എന്നാണ് പലരും പറയുന്നത്. ഏതായാലും നല്ല പൂവാണ്, നല്ല തിക്ക് പൂ പിടിക്കും, ഭയങ്കര മണമാണ്. അത് ഒരാഴ്ച കൂടുതൽ നിൽക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ ഇല ഒരു കാരണത്താലും അന്ന് നട്ട ഇല മുതൽ നിൽക്കുകയാണ്. ഇല അധികം പൊഴിയത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം. ഇത് എൻ്റെ ഭാര്യ മോൾക്കുട്ടി. എനിക്ക് 2 മക്കളാണ്. ഒന്ന് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായ മകൻ ജിനോ സാമും അവൻ്റെ ഭാര്യ മിഥു ശ്രീനിവാസും. പിന്നെ എൻ്റെ മകള് ജിന്ദു സാമും അവളുടെ ഹസ്ബൻഡ് ജോയും. അവർക്ക് 2 പേർക്കും കൂടെ, മോൾക്ക് 3 ആമക്കളും മോന്
2 ആൺമക്കളും, മൊത്തത്തിൽ 5 കൊച്ചുമക്കൾ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. എൻ്റെ കൃഷിയിലൊക്കെ ഞാൻ ഇത്രയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഇവരാണ്. കൃഷി നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ നിന്നാണ് നമ്മൾ ഇത്രയൊക്കെ ആയത്. എല്ലാ കൃഷിയും നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഏത് കൃഷിയും പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും പച്ചക്കറികളും എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ ഇവിടെ ഉണ്ട്. കൂടെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൈ മുമ്പേ അവരിറങ്ങും. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇറങ്ങും. പിന്നെ മക്കളെ ഉള്ളപ്പോൾ അവരെ പഠിപ്പിക്കുന്നതിനൊക്കെ അന്ന് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി. നമുക്കൊരു സന്തോഷം, നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷമാണ്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും കൃഷി ചെയ്യുക ഉള്ള സ്ഥലത്ത്. തമിഴ്നാടിനെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കൃഷി ചെയ്താൽ ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ ധാന്യങ്ങളും ഇപ്പം തന്നെ കണ്ടു. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഏറെക്കുറെ 90% ഞങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഈ കൃഷിയെ പറ്റി അറിയാനും കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നുണ്ട്, സ്കൂളിലെ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. എന്നെ സ്കൂളുകളിലെ പ്രത്യേകമായ ദിവസങ്ങളിൽ അവർ ആദരിക്കുകയും എന്നെ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുകയും കൃഷിയെപ്പറ്റി ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ചടയങ്കര MGHSലെ, മഞ്ഞപ്പാറ LPSലെ, മഞ്ഞപ്പാറ UPSലെ, പിന്നെ സെൻറ്റ് ജോർജ് UPSലെ, അതുപോലെ ഉത്തരത്തര സ്കൂളുകളിലേക്ക്. അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ട് കൃഷി കാണാനും. പിന്നെ ഫോൺ വഴിയായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ വഴിയായിട്ട് എൻ്റെ കൃഷിയെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളും വലിയ അവാർഡുകളാണിത്. അവരെന്നെ വിളിക്കുക, ആ സ്നേഹത്തോടെ ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ അത് കൃഷിയെ അറിയാനും കൃഷിയുമായിട്ടുള്ള ആ ബന്ധവുമുള്ള ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ ഫാം ഫോക്ക് എന്ന പേരിലാണ് ഇത് എല്ലാം ആ ലേബലിലാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടിയോടും വിശ്വസ്തയോടും കൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ മരച്ചീനിയുടെ ചീനി ഉണങ്ങിയതുകൊണ്ട് അത് എല്ലാം ജനുവരി മാസം കഴിഞ്ഞെങ്കിലേ ആകുമെന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം തീർന്നുപോയി. മഞ്ഞളിൻ്റെ ഉണക്കി പൊടിച്ച് നല്ല ശുദ്ധിയായ മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട്. ഈ ചോളത്തിൻ്റെയൊക്കെ പൊടികളാക്കി അത് കൊടുക്കുന്നുണ്ട്. പോക്കോണ് അതാവുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. ഏത്തയ്ക്ക ആവുമ്പോൾ ഏത്തയ്ക്ക ചിപ്സായിട്ടും പൊടിയായിട്ടും കപ്പ ചിപ്സായിട്ടും എല്ലാം ഞങ്ങളിങ്ങനെ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അത് മൊത്തവും ഞങ്ങൾ ബ്രാൻഡായിട്ടാണ് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം, അവർക്ക് ഞാൻ കൊറിയർ വഴി അയച്ചു കൊടുക്കാം. അല്ലാത്തവർക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാം. പിന്നെ ഇവിടെ വന്ന് നമ്മുടെ കൃഷികൾ കാണുന്നതിനും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ഞാൻ അവരോട് ചേർന്നേക്കും, അവരെന്നോട് ചേർന്നേക്കും. അങ്ങനെ ഇതൊരു വലിയ കർഷക കുടുംബമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എവിടെ ചെന്നാലും എന്നെ അറിയുന്നവരും എന്നോട് സ്നേഹവും താല്പര്യവും കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.